Watch full episodes on Jio Hotstar. Wow! അടിപൊളി ഹാൻഡ് ഷാഡോസ്. എന്ത് രസല്ലേ? വാവ്, അടിപൊളി സിറ്റിയാണിത്. ഇത്ര മനോഹരമായൊരു സിറ്റി ഇവിടെ ഉണ്ടായിരുന്ന കാര്യം എനിക്കറിയാതെ പോയല്ലോ. ഇത് കാണാൻ ഒരു വലിയ സിറ്റി പോലെ തന്നെയുണ്ട്. ഒരു പക്ഷേ ഈ സിറ്റി എന്റെ കൺട്രോളിൽ വരികയാണെങ്കിൽ എന്റെ ജീവിതം വേറെ ലെവലായിരിക്കും. ഒരു പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടാൽ ഇതെന്റെ സാമ്രാജ്യമാക്കി ഞാൻ മാറ്റും. ഐ ആം ദ കിങ്. Thank you, uncle. Bye. എടോ കടക്കാരാ, റോഡിൽ എത്ര സാധനങ്ങളാണ് അടുക്കി വെച്ചിരിക്കുന്നത്. റോഡിന് അല്പം സ്ഥലം വിട്. എനിക്ക് നടന്നു പോകാൻ പോലും ഇവിടെ സ്ഥലമില്ലെന്നേ. നിങ്ങൾ എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്തു വെക്കേ. റോഡിൽ അല്പം സ്ഥലം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? എടോ, താൻ ആരാടോ ഞങ്ങളോട് സാധനം എടുത്ത് മാറ്റാൻ പറയാൻ? താൻ ആരാണ്? ഞാനോ? ഞാനാണ് സിറ്റിയുടെ പുതിയ രാജാവ്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഈ പുതിയ രാജാവ് പറയുന്ന കാര്യം എല്ലാവരും അനുസരിച്ചേ പറ്റൂ. താനിത് എന്താണോ പറയുന്നത്? തന്നെ ഇതിനു മുമ്പ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ സ്വയം രാജാവെന്ന് പറയുന്നു. സൺ സിറ്റിയിൽ ഒരൊറ്റ രാജാവേ ഉള്ളൂ. ഞങ്ങളുടെ എല്ലാവരുടെയും മുത്തശ്ശൻ ജയ് സിംഗ് ചൗഹാൻ. അടിച്ച് കൊല്ലടവനെ. രാജാവാണെന്ന് പറഞ്ഞു. ചേടാ, എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഈ സൺ സിറ്റിയിൽ ആരായത് പുതിയതായിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? മുത്തശ്ശനോടും രുദ്രയോടും ഈ കാര്യം പോയി പറഞ്ഞാൽ മതിയാകൂ. രുദ്ര, രുദ്ര! എന്നെ ഇവിടുന്ന് ഓടിക്കാനുള്ള ശ്രമം പൂർത്തിയായി കഴിഞ്ഞെങ്കിൽ, എന്നാൽ നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് കേട്ടോളൂ. ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നതായിരിക്കും കേൾക്കേണ്ടത്. നിന്റെ ഓർഡർ ഇവിടെ ആരും കേൾക്കില്ല. ആദ്യം നീ ആരാന്ന് പറയ. എന്റെ കളി അത് വേറെ സ്റ്റൈലാണ്. ഇവിടെ മൊത്തം ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. ഞാനാണ് ഷാഡോ ഹണ്ടർ. ഇവിടെ ആർക്കെന്നെ തടയാൻ സാധിക്കും? ഈ ചെറിയ സിറ്റിയിലെ ചെറിയ ചെറുക്കനെ തടഞ്ഞു നിർത്താൻ വന്നിരിക്കുന്നു. ഷാഡോ ഹണ്ടർ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. Ibaiska, Zibaiska, Sword Creator. കളി മതിയാക്ക്. ഇതിൽ കൂടുതൽ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനല്ല, ഇനി നിന്റെ പുറകിൽ നിൽക്കുന്നവൻ നിന്നോട് ഫൈറ്റ് ചെയ്യും. എന്നോട് ഏറ്റുമുട്ടിയവരുടെ ഗതി എന്താണെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേട്ടോണം. ഇപ്പൊ പോയിക്കോളൂ എല്ലാവരും. എന്റെ അറ്റാക്ക് അത് വേറെ സ്റ്റൈലിലായിരിക്കും. ഇവിടെ മൊത്തം ഞാൻ പൊടി പൊടിക്കാൻ പോകുന്നു. ഞാനാണ് ഷാഡോ ഹണ്ടർ. നിങ്ങൾ എല്ലാവരും എന്റെ അടിമയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് അനുസരിച്ചേ മതിയാകൂ. എല്ലാ കടയിലെ സാധനങ്ങളും വലിച്ചെറിയ, എല്ലാം തട്ടിത്തെറിപ്പിച്ച് നശിപ്പിച്ച് കളയ. എന്റെ ഓർഡർ നിറവേറ്റ്.
ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും കേട്ടില്ല. എന്ത് ചെയ്യാനാ, അവസാനം മാജിക് ഷാഡോ ഹണ്ടറിന് അവന്റെ മാജിക് പവർ കാണിക്കേണ്ടി വന്നിരിക്കുന്നു. സൺ സിറ്റിയിൽ വന്ന് ഇങ്ങനെ അക്രമങ്ങൾ ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? മര്യാദയ്ക്ക് നിർത്തിക്കോ. ആരാ നീ? ഓഹോ, പിന്നെയും അതേ ചോദ്യം. ഞാൻ ഈ സിറ്റിയുടെ പുതിയ കിങ് ആണ്, ദ ഷാഡോ ഹണ്ടർ. ഈ സിറ്റിയുടെ രാജാവാകുവാൻ നിനക്ക് പറ്റില്ല. കാരണം ഈ സിറ്റിയുടെ കിങ് ഈ സിറ്റിയിലെ ജനങ്ങളാണ്. എല്ലാവരും ഇവിടെയുള്ള കിങ് ആണ്. ആരും ആരോടും ഒരിക്കലും ഓർഡർ ചെയ്യാറില്ല. നീ ഈ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നീയാണ് ഇവിടുത്തെ കിങ് ആണെന്നാണ്. എന്ന് വെച്ചാൽ എന്റെ ശത്രു നീയാണ്. പറ്റുമെങ്കിൽ രക്ഷപ്പെടാൻ നോക്ക്. എന്നോട് ക്ഷമിക്കണം, ദയവായി ക്ഷമിക്കണം. ഞാൻ തോറ്റത് സമ്മതിക്കുന്നു. ഞാനിപ്പോ തന്നെ ഇവിടം വിട്ട് പോയേക്കാം. നീ എന്നോട് ക്ഷമ ചോദിക്കുകയാണല്ലേ? അതുകൊണ്ട് ഞാൻ നിനക്കൊരു ചാൻസ് തരാം. ഈ ജന്മത്തിൽ ഇനി ഒരിക്കലും നീ ഇങ്ങോട്ട് വരരുത്. ഞാൻ വരില്ല, ഇനി ഒരിക്കലും ഞാൻ വരില്ല. എന്റെ കളി അത് വേറെ ലെവലിലായിരിക്കും. ഇവിടെ മൊത്തം ഞാനൊരു പൊടി പൊടിക്കും. ഞാനാണ് ദി ഷാഡോ ഹണ്ടർ. ഞാനാണ് ഷാഡോ ഹണ്ടർ. കണ്ടോ, മറ്റുള്ളവരെ പോലെ നീയും സാധനങ്ങളൊക്കെ എടുത്തു മാറ്റ. ഇതെന്താ? അവൻ മുത്തശ്ശനെയും വശത്താക്കിയിരിക്കുകയാണല്ലോ. എത്രയും പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ വെറുതെ വിടില്ല. അവനെ ഞാൻ പൊക്കിയെടുത്ത് സൺസിറ്റിന്ന് പുറത്തേക്ക് വലിച്ചെറിയും. ജന്തർ മന്തർ കാലിക്കലന്തർ. മൈര, ഒരു മിനിറ്റ് നിക്ക്. ഞാൻ ആദ്യം ഇവിടുന്ന് ഓടിപ്പോക്കോട്ടെ. അല്ല, നീ ആരാ? നിനക്കെങ്ങനെ എന്റെ പേര് മനസ്സിലായേ? ആരാന്നോ? ഞാനാ വരുൺ. ഓരോ പ്രാവശ്യവും നിന്റെ മാജിക് കാരണം പ്രശ്നത്തിൽ കുടുങ്ങുന്നത് ഞാനല്ലേ? സോറി വരുൺ, ഞാൻ വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്രാവശ്യം ഞാൻ അവനെ വെറുതെ വിടില്ല. ആരും ഒന്നും ചെയ്യണ്ട. ആദ്യം ഞാൻ മുത്തശ്ശനെ കോണ്ടാക്ട് ചെയ്യണം. ഷാഡോ ഹണ്ടറിനെ കുറിച്ച് അദ്ദേഹത്തോട് പറയണം. നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്ക്. എന്റെ സെക്യൂരിറ്റി ഗാർഡായിട്ട് ഇവിടെ നിൽക്ക്. ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും എന്റെ സേനയാണ്. ഒരു കാര്യം ഓർക്കണം, ആരും പാലസിനകത്തേക്ക് വരരുത്. ചേടാ, അവൻ ഇവിടെ എത്തിയോ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരെയും കൊട്ടാരത്തിന്റെ പണിക്കാരാണെന്ന്. വേഗം ചെന്ന് നിങ്ങൾ രണ്ടുപേരും എനിക്ക് നല്ല രുചിയുള്ള ഭക്ഷണം കൊണ്ടുവാ. ജയ്സിംഗിന്റെ റൂം ഏതാണ്? പറയ. ജയ്സിംഗ്, വെള്ളം ടേബിളിൽ കൊണ്ടുപോയി വെക്ക. നിന്റെ പാലസ് വളരെ വലുതുമാണ്, കാണാൻ അതിമനോഹരമായിരിക്കുന്നു. ഇനി എന്റെ ജീവിതം മുഴുവൻ ഇവിടെ ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കാൻ പോവുകയാണ് ഞാൻ. മുത്തശ്ശ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ രുദ്ര,
ഇവിടെ എല്ലാം ശരിയാണ്. നീ എവിടെയാണുള്ളത്? മുത്തശ്ശൻ, ഞാൻ സിറ്റിയിലുണ്ട്. ഞാൻ സേഫ് ആണ്. നമ്മൾ സൺ സിറ്റിയിൽ ഷാഡോ ഹണ്ടർ എന്ന് പറഞ്ഞ ഒരു മജിഷ്യൻ വന്നിരിക്കുന്നു. അവനാണ് ഈ സിറ്റിയുടെ രാജാവ് എന്ന് പറഞ്ഞോണ്ട് നടക്കാണ്. അവന്റെ കൂടെ ഞാൻ ഫൈറ്റ് ചെയ്തു. അവരോട് പറ, നാടും നഗരം ചുറ്റിയിട്ട് പതുക്കെ വരാൻ വേണ്ടി. ആ മജീഷ്യൻ ഇവിടുന്ന് പോയെന്ന് പറ. ഇനി ഇവിടെ ഒരു ടെൻഷനും ഇല്ലെന്ന് പറ. രുദ്ര, നീ നാടും നഗരവും ചുറ്റി പതുക്കെ വന്നാ മതി. മജീഷ്യൻ ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു പ്രശ്നവുമില്ല. മുത്തശ്ശ, ഇതുവരെ എല്ലാം ശരിയാണ്. ഞാനും വരുണും വരെയും 2 ദിവസം ക്യാമ്പയിന് പോയിക്കോട്ടെ. ആ 2 ദിവസമോ 4 ദിവസമോ പോയിട്ട് വരാൻ വേണ്ടി പറ. ഓക്കെ 2 ദിവസമല്ല, 4 ദിവസം കഴിഞ്ഞു വന്നാൽ മതി. ഓ ആണോ? താങ്ക് യു മുത്തശ്ശ. 2-3 ദിവസം ക്യാമ്പയിൻ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ബൈ ബൈ. ആ രുദ്രയെ ഞാൻ വളരെ ഈസി ആയിട്ട് മണ്ടനാക്കിയിരിക്കുകയാണ്. അവൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ ഈ ടോട്ടൽ സൺ സിറ്റിയും പിന്നെ പാലസും എന്റെ കാലിന്റെ അടിയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. രുദ്ര, നിനക്ക് എന്താ പറ്റിയ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സൺസിറ്റി മൊത്തം പ്രശ്നത്തിലിരിക്കുമ്പോ മുത്തശ്ശൻ എങ്ങനെയാ എന്നെ പുറത്തു പോകാൻ അനുവദിച്ചത്? മുത്തശ്ശൻ എപ്പോഴും അങ്ങനെ പറയാത്ത ആളാണ്. പക്ഷെ ഇന്ന് അപ്പോ നമ്മൾ ഇനി എന്ത് ചെയ്യും രുദ്ര? മുത്തശ്ശൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്. ശത്രുവിനോട് ഏറ്റുമുട്ടുന്നതിന് മുൻപ് അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണം. ഗുഡ് മോർണിംഗ് ലൈബ്രറിയൻ അലസ സർ. രുദ്ര, എന്താ പറ്റിയത്? വീണ്ടും ഷാക്കാൽ വന്ന് എന്തെങ്കിലും അതിക്രമം കാണിച്ചോ? ഷക്കാലെ അല്ല അലസ സർ, ഷാഡോ ഹണ്ടർ എന്ന് പേരുള്ള ഒരു മജീഷ്യൻ സൺസിറ്റിയെയും മുത്തശ്ശനെയും അയാളുടെ പിടിയിലാക്കിയിരിക്കുകയാണ്. ഷാഡോ ഹണ്ടറിനെ കുറിച്ച് അറിയാൻ ബുക്സ് വേണം. അത് ശരി. എന്നാ എന്റെ കൂടെ വരൂ. നിനക്കാവശ്യമുള്ള ബുക്കുകളൊക്കെ ഈ ഷെൽഫിൽ നിന്നും കിട്ടുന്നതാണ്. ഷാഡോ ഹണ്ടറിനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ മറ്റുള്ളവരുടെ ഷാഡോയെ ബോഡിയിൽ നിന്ന് പുറത്താക്കിയിട്ട് അവന്റെ കൺട്രോളിലാക്കാണ്. അവരെ ഷാഡോസ് ശരീരത്തോട് ചേർക്കാണെങ്കിൽ അവര് വീണ്ടും നോർമൽ മനുഷ്യരായി മാറും. രുദ്ര, എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം അപ്പൂപ്പന്റെ ഷാഡോനെ ആ മജീഷ്യൻ കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. മുത്തശ്ശനെ മാത്രല്ല, സൺ സിറ്റിയിലെ എല്ലാവരെയും അങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സിംസും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുത്തശ്ശന്റെയും മറ്റുള്ളവരുടെ ഷാഡോസ് കണ്ടുപിടിക്കണം. ഷാഡോസിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. പക്ഷെ രുദ്ര, എങ്ങനെ നമ്മൾ അത് കണ്ടുപിടിക്കാ? എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. പക്ഷെ നമ്മളത് 12 മണിക്ക് വേണം എക്സിക്യൂട്ട് ചെയ്യാൻ. 12 മണിക്കോ? അതെന്താ രുദ്ര? കാരണം ഉച്ചയ്ക്ക് 12 മണി സമയത്താണ് സൂര്യൻ നേരെ ഭൂമിയുടെ മുകളിലായിരിക്കും. ആ സമയത്ത് ഷാഡോസ് ഒട്ടും ഉണ്ടാവില്ല. ആ സമയത്ത് ഷാഡോ ഹണ്ടറിനോടൊപ്പം ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കണം. ആ സമയത്ത് മാത്രമേ എന്റെ ഷാഡോ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മര വരും റെഡിയാണോ? എന്റെ പ്ലാൻ അനുസരിച്ച് നിങ്ങളൊക്കെ കളിക്കണം. ഓക്കെ ഓക്കെ രുദ്ര. അങ്ങോട്ട് നോക്ക്, രുദ്ര എത്തിക്കഴിഞ്ഞു. അവൻ പാലസിനകത്തേക്ക് പോകരുത്. അത് ഷാഡോ ഹണ്ടറിന്റെ ഓർഡറാണ്. വേഗം പോ. അവനെ തടഞ്ഞു നിർത്ത്. അടിക്ക്. വേഗം. കൊല്ലവനെ. ഷാഡോ ഹണ്ടർ. അത് ശരി, അപ്പൊ നീ തിരിച്ചെത്തിയല്ലേ? ശരി, വാ. നിന്റെ ഷാഡോയെയും നിന്റെ ബോഡിയിൽ നിന്ന് ഞാൻ പിരിച്ചെടുക്കാൻ പോവുകയാണ്. നിന്റെ ആ പ്ലാൻ ഒരിക്കലും വർക്കൗട്ട് ആകാൻ പോകുന്നില്ല. വാ, നമുക്ക് അകത്തേക്ക് പോവാം. മുത്തശ്ശന്റെ ഷാഡോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നമ്മൾ ചേർക്കണം. എത്രയും പെട്ടെന്ന് മുത്തശ്ശന്റെ ഷാഡോനെ ഓർമ്മിപ്പിക്കണം. ഷാഡോ ഹണ്ടർ ഇദ്ദേഹത്തിന് ഷാഡോന് കമാൻഡ് കൊടുക്കുന്നത് വരെ ഇദ്ദേഹം ഒന്നും ചെയ്യില്ല. മുത്തശ്ശന്റെ കാലിന് താഴെ റോളർ സ്കേറ്റ്സ് ഫിക്സ് ചെയ്തിട്ട് റോൾ ചെയ്ത് കൊണ്ടുപോകാം. ജന്തർ മന്തർ കാലി കലന്തർ റോളർ സ്കേറ്റ്സ്. മരാ, ഇതൊന്നും നിർത്തി
പ്രശ്നമായല്ലോ. ഈ വണ്ടിക്ക് ബ്രേക്ക് ഒന്നുമില്ലേ? നീ എങ്ങോട്ടായി ഓടുന്നത് രുദ്ര? രുദ്ര, ഇനി നീ ഒരിക്കലും രക്ഷപ്പെടില്ല. എന്റെ അറ്റാക്കിംഗ് സ്റ്റൈൽ അത് വേറെ ലെവലാണ്. ഇവിടെ മൊത്തം ഞാൻ പൊടി പൊടിക്കും. ഞാനാണ് ഷാഡോ ഹണ്ടർ. ഞാനാണ് ഷാഡോ ഹണ്ടർ. ഓഹോ, നീ സ്മാർട്ടാണ്. വെരി സ്മാർട്ട്. നട്ടുച്ചയ്ക്ക് 12 മണിയായി. സൂര്യൻ നേരെ മുകളിലുണ്ട്. ഷാഡോ ഒരിക്കലും കിട്ടില്ല. സാരമില്ല. പക്ഷെ 12 മണിക്ക് ശേഷം ടൈം ഒരിക്കലും അവിടെ തന്നെ നിൽക്കില്ല. അത് ഓടിക്കൊണ്ട് തന്നെ ഇരിക്കും. Ibaiska roller skate creator. മുത്തശ്ശന്റെ ഷാഡോ അവിടെയുണ്ട്. താങ്ക് യു മൈറ വരുൺ. താങ്ക് യു. രുദ്ര എവിടെയാണ്? അവൻ ഷാഡോ ഹണ്ടറിന്റെ കൂടെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക. രുദ്ര, ഇതോടെ നിന്റെ കഥ അവസാനിച്ചു. എന്റെ അറ്റാക്കിന്റെ ലെവൽ വേറെയാണ്. ഇവിടെ മൊത്തം ഞാനൊരു പൊടി പൊടിക്കും. ഞാനാണ് ഷാഡോ ഹണ്ടർ. രുദ്ര, ഫോക്കസ് ആൻഡ് ബിലീവ്. ചിന്തിക്കൂ, നിന്റെ ഷാഡോ നിന്നിൽ നിന്നും ആർക്കും പിന്തിരിക്കാനാവില്ല. ഫോക്കസ് ആൻഡ് ബിലീവ്. എന്റെ മാജിക് ഒരിക്കലും ഫെയിൽ ആവില്ല. എന്റെ മാജിക് ഒരിക്കലും ഫെയിൽ ആകില്ല. നിൽക്ക്, ഇപ്പൊ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ ഷാഡോയെയും എന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരും. ഷാഡോ ഉണ്ടെങ്കിലല്ലേ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇബൈസ്ക ക്ലൗഡ്സ് ക്രിയേറ്റോ. എടോ ഷാഡോ ഹണ്ടർ, ഇപ്പോഴെങ്കിലും തോറ്റെന്ന് സമ്മതിക്ക. ഷാഡോ ഹണ്ടർ ഒരിക്കലും തോറ്റ് പിന്മാറില്ല.
Ibaiska, boom, chick, chick, boom. I'm sorry. ഇനി ഞാൻ ആരെയും ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല. ഇനി ഒരിക്കലും ചെയ്യില്ല. പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പോയേക്കാം. രുദ്രനെ പോലെ ഒരു ധീരൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്നെ പോലുള്ളവർക്ക് ഇവിടെ കാല് കുത്താൻ പോലും പറ്റില്ല. ആർക്കും അത് ആലോചിക്കാൻ പോലും പറ്റില്ല. സോറി. ഞങ്ങൾ എല്ലാവരുടെ ഷാഡോയും അവരവരുടെ ബോഡിയോട് ചേർത്തു. അവര് പഴയതുപോലെ വെരി ഗുഡ് മൈറ വരുൺ, വെരി ഗുഡ്. സബാഷ് രുദ്ര, നീ വളരെ ധീരതയോടെ ഷാഡോ ഹണ്ടറിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിച്ചു. രുദ്ര, സബാഷ്. Watch India's largest kids library only on Jio Hotstar. Download the app now.